ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. വോളിയം ഓഫ് എ കോൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും കർവ് സർഫസ് ഏരിയയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കോണിന്റെ. നമ്മൾ വോളിയം ഓഫ് എ കോൺ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സിലിണ്ടറും ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സിലിണ്ടറും ഒരു സിലിണ്ടറിക്കൽ വെസലും അതൊരു അതേ ബേസും അതേ റേഡിയസും ഉള്ള ഒരു കോണിക്കൽ വെസലും. ഇവിടെ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ വെസലും ഒരു കോണിക്കൽ വെസലും രണ്ടിനും ഒരേ ബേസ് ആണ്, ഒരേ ഹൈറ്റ് ആണ്. അങ്ങനെയുള്ള രണ്ട് പാത്രങ്ങൾ, ഒന്ന് കോണിക്കൽ വെസലും ഒന്ന് സിലിണ്ടറിക്കൽ വെസലും, ഇത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇതിന്റെ വോളിയത്തിന്റെ 1/3 ആയിരിക്കും ഇതിന്റെ വോളിയം. അപ്പോൾ ഇത് ഈ കോണിക്കൽ വെസലില് വെള്ളം അളന്നിട്ട് 3 പ്രാവശ്യം ഇതിലേക്ക് ഒഴിക്കുമ്പോഴായിരിക്കും ഈ സിലിണ്ടറിക്കൽ വെസലും നിറയുക. നമ്മൾ സ്ക്വയർ പിരമിഡിൽ ചെയ്ത പോലെ സ്ക്വയർ പിരമിഡ് വന്നപ്പോൾ സ്ക്വയർ പ്രിസത്തിന്റെ 1/3 ആണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം. അങ്ങനെയാണ് നമ്മൾ 1/3 A² കണ്ടുപിടിച്ചത്. അപ്പൊ അതുപോലെ സിലിണ്ടറിന്റെ ഒരേ ബേസും ഒരേ ഹൈറ്റും ഉള്ള സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആയിരിക്കും വോളിയം ഓഫ് ദി കോൺ. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോ വോളിയം ഓഫ് സിലിണ്ടർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് πr² ഇൻറ്റു h. πr² h എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി സിലിണ്ടർ. അപ്പൊ കോണിന്റെ വോളിയം എന്തായിരിക്കും? ഇതിന്റെ 1/3 ആണിത്. അപ്പൊ കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr². വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്നത് 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ക്ലിയർ ആയി പറഞ്ഞത്? അതായത് ഒരേ ബേസും ഒരേ ഹൈറ്റും ഉള്ള കോണിക്കൽ വെസലും സിലിണ്ടറിക്കൽ വെസലും എടുത്തു കഴിഞ്ഞാൽ കോണിക്കൽ വെസൽ ഉപയോഗിച്ച് വെള്ളം 3 പ്രാവശ്യം അളന്ന് സിലിണ്ടറിക്കൽ വെസലിലേക്ക് ഒഴിക്കുമ്പോഴാണ് സിലിണ്ടറിക്കൽ വെസൽ നിറയുക. എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ വെസലിന്റെ 1/3 ആണ് വോളിയം ഓഫ് ദി കോൺ. സിലിണ്ടറിന്റെ വോളിയമാണ് πr²h. അപ്പൊ കോണിന്റെ വോളിയം 1/3 πr²h. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് 15 cm ആൻഡ് 40 cm. അപ്പോ ബേസ് റേഡിയസ് 15 cm, ഹൈറ്റ് 40 cm. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്? അപ്പൊ ഇതിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ കോണിന്റെ വോളിയം എന്താണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ റേഡിയസ് 15 cm ആണ്, ഇതിന്റെ റേഡിയസ് 15 cm ആണ്, ഹൈറ്റ് 40 cm ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടർ കോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ ബേസ് ഇതേ ഹൈറ്റ് വരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അപ്പോൾ ഇതിൽ നിർമ്മിക്കാവുന്ന മാക്സിമം ഹൈറ്റ് സൈസിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ സെയിം ബേസും സെയിം ഹൈറ്റും വരണം. അപ്പോൾ റേഡിയസ് 15 cm ആണ്, ഹൈറ്റ് 40 cm. അപ്പോൾ കോണിന്റെയും റേഡിയസ് 15 cm ആണ്, ഹൈറ്റ് 40 cm. വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. വോളിയം കാണാനുള്ള ഫോർമുല 1/3 πr²h. r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. അപ്പോൾ 1/3 × 15 π × 15² × h 40. 1/3 π × 15² × 40. 15² എന്ന് പറഞ്ഞാൽ 15 × 15 എന്ന് എഴുതാം, × 40. അപ്പോൾ ഇവിടെ ഒരു 15ഉം ഒരു 3ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 വരും. 15 × 5 75. 75 × 4 300. അതിൻ്റെ കൂടെ ഒരു 0 വരുമ്പോൾ 3000 π cm³ ആണ് തന്നിരിക്കുന്ന ഈ കോണിന്റെ വോളിയം. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, മറ്റൊരു പ്രോബ്ലത്തിട്ട് പോകാം. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 cm and 20 cm. By melting it, how many cones of radius 4 cm and height 5 cm can be made? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ബേസ് റേഡിയസ് 12 cm ഹൈറ്റ് 20 cm ഉള്ള ഒരു സിലിണ്ടർ, ഒരു സിലിണ്ടറിക്കൽ സിലിണ്ടറിക്കൽ മെറ്റൽ ബ്ലോക്ക്, അത് മെൽറ്റ് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് മാറ്റി 4 cm റേഡിയസും 5 cm ഹൈറ്റും ഉള്ള കോൺസ് ആക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ എത്ര കോൺസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൽ നിന്ന് എത്ര കോണുകൾ നിർമ്മിക്കാൻ പറ്റുമെന്ന് കാണണമെങ്കിൽ സിലിണ്ടറിന്റെ വോളിയത്തെ കോണിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല πr²h. അതായത് നമ്മൾ വലുത് സിലിണ്ടറിന്റെ ഫോർമുലയിൽ റേഡിയസ് ക്യാപിറ്റൽ ആർന്നും ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് എന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതുപോലെ കോണിന്റെ റേഡിയസ് സ്മോൾ ആറും കോണിന്റെ ഹൈറ്റ് സ്മോൾ എച്ചും. അപ്പോൾ πr²h
1/3 പൈ ആർ സ്ക്വയർ. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ റേഡിയസ്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റ്. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, റേഡിയസ് ഹൈറ്റ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. അപ്പൊ ഇതുപോലെയുള്ള ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കിൽ നിന്ന് ഇതുപോലുള്ള കോൺസ് എത്രയാണ് നിർമ്മിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വോളിയത്തെ ഇതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് ബൈ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ അവിടെ പയ്യും അങ്ങോട്ട് വെട്ടിപ്പോവും. അപ്പോൾ പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 20 ഡിവൈഡ് ബൈ 1/3 പൈ ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു 5 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 3 എന്നുള്ള മുകളിലേക്ക് വന്നു. 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ റെസിപ്രോക്കൽ 3, അതുകൊണ്ട് ആ 3 അവിടെ എഴുതിയത്. പൈ ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് എഴുതി. ഇത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പയ്യും ക്യാൻസലായി. 4 3s are 12, അതുപോലെ 4 3s are 12, അതുപോലെ തന്നെ 5 4s are 20, ബാക്കി ഒരു 3. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 3, അതായത് 108 കോൺസ് ക്യാൻ ബി മെയ്ഡ്. 108 കോൺസ് നിർമ്മിക്കാൻ പറ്റും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഈ വലിയ സിലിണ്ടറിൽ ഇതുപോലുള്ള 108 കോണുകൾ നിർമ്മിക്കാൻ പറ്റും. അടുത്ത ഒരു പ്രോബ്ലം നോക്കുക. A sector of central angle 216 degree and radius 25 centimeter is rolled up into a cone. What are the radius and height of the cone? What is its volume? ആണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സെക്ടർ അതിന്റെ സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി. അപ്പൊ എക്സ് 216, റേഡിയസ് സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ, സ്ലാൻഡ് ഹൈറ്റ് L 25 ഈസ് റോൾഡ് അപ്പ് ഇൻ എ കോൺ. വാട്ട് ആർ ദി റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ? അപ്പൊ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി നോക്കിയേ. എക്സ് 216, റേഡിയസ് ഓഫ് ദി സെക്ടർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ L ഈക്വൽ ടു 25. അപ്പൊ എക്സ് നമുക്കറിയാം, L അറിയാം. എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആർ ബൈ സ്ലാൻഡ് ഹൈറ്റ് അല്ല, അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ ആർ ബൈ L ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360. L അറിയാം 25, ആർ അറിയില്ല, എക്സ് അറിയാം. അപ്പോൾ ആർ ബൈ 25 ഇസ് ഈക്വൽ ടു 216 ബൈ 360 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 25 അപ്പുറത്ത് ചെല്ലുമ്പോൾ 216 ബൈ 360 ഇൻറ്റു 25 എന്ന് കിട്ടും. അപ്പോൾ 25 ഇൻറ്റു 216 ബൈ 360 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 3 അതായത് 15 എന്ന് കിട്ടും. അതായത് റേഡിയസ് ഓഫ് ദി കോൺ 15 സെന്റിമീറ്റർ. അപ്പോൾ ആർ കിട്ടി, എൽ കിട്ടി. എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് ഓഫ് ദി കോൺ. അപ്പോൾ എച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ എച്ച് കാണാം. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ എൽ 25 ആണ് തന്നിട്ടുണ്ട്. എച്ച് കണ്ടുപിടിക്കണം. ആർ 15 ആണ്. അപ്പോൾ 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. അപ്പോൾ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ, അതായത് 625 മൈനസ് 225 ഈക്വൽ ടു 400. അപ്പോൾ എച്ച് സ്ക്വയർ 400 ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 400, ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി കോൺ ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ക്ലിയർ ആയി പറഞ്ഞത്? കോണിന്റെ ഹൈറ്റ് 20 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്യണം? വോളിയം കണ്ടുപിടിക്കുക. വോളിയം കാണാനുള്ള ഫോർമുല 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ള ഫോർമുല ആർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർ 15, എച്ച് 20. അപ്പോൾ 1/3 പൈ ഇൻറ്റു 15 സ്ക്വയർ ഇൻറ്റു 20. 15 സ്ക്വയർ നമുക്ക് 15 ഇൻറ്റു 15 എഴുതാം. അപ്പോൾ ഇവിടെ ഒരു 15 ഒരു 3യും ഈ 15 വെട്ടിപ്പോകും. അപ്പോൾ 5 3s are 50. അപ്പോൾ 5 ഇൻറ്റു 15 ഇൻറ്റു 20 പൈ, അതായത് 1500 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് ദി കോൺ. The base radius of two cones are in the ratio 3:5 and their heights in the ratio 2:3. Ratio of their volume. What is the ratio of their volume? അവയുടെ വോളിയംസ് തമ്മിലുള്ള വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഇതാ. റേഷ്യോ ഓഫ് ദി റേഡിയൈ. റേഡിയൈ എന്ന് പറഞ്ഞാൽ R1:R2 എന്ന് എഴുതാം. ഒന്നാമത്തേന്റെ R1:R2 3:5. അതുപോലെ ഹൈറ്റ്സ് തമ്മിലുള്ള റേഷ്യോ H1:H2. ഒന്നാമത്തേന്റെ ഹൈറ്റ് ഈസ്റ്റ്, രണ്ടാമത്തേന്റെ ഹൈറ്റ് 2:3. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ദെയർ വോളിയം V1:V2. അപ്പോൾ V1:V2 ഈസ് ഈക്വൽ ടു 1/3 പൈ R1 സ്ക്വയർ H1 ഈസ്റ്റ് 1/3 പൈ R2 സ്ക്വയർ H2. അതായത് വോളിയം ഓഫ് ദി കോൺ കാണാനുള്ള ഫോർമുലയാണ് 1/3 പൈ R സ്ക്വയർ H. അപ്പോൾ ഒന്നാമത്തേന്റെ ഒന്ന് കാണിക്കാനാണ് R1 H1 എടുത്തത്, രണ്ടാമത്തേന്ന് കാണിക്കാൻ R2 H2.
അപ്പോൾ അതിൽ 1/3 പൈയും 1/3 പൈയും കോമൺ ആണ്. കോമൺ ഫാക്ടർ നമുക്ക് റേഷ്യോ എഴുതുമ്പോൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ R1ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, അപ്പോൾ 3 സ്ക്വയർ. H1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 2 ഈസ് ടു R2ന്റെ സ്ഥാനത്ത് 5 കൊടുക്കാം, 5 സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടും? H2ന്റെ സ്ഥാനത്ത് 3 കൊടുക്കാം, അപ്പോൾ എന്ത് കിട്ടി? 3 സ്ക്വയർ ഇൻറ്റു 2 ഈസ് ടു 5 സ്ക്വയർ ഇൻറ്റു 3. അതിലൊരു 3 കോമൺ ആ ക്യാൻസൽ ചെയ്യാം. ബാക്കി 3 ഇൻറ്റു 2 ഈസ് ടു 5 സ്ക്വയർ. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6, 6 ഈസ് ടു 25 ആണ് റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദിസ് കോൺസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ റേഷ്യോ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ 6 ഈസ് ടു 25. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇതിൽ 2 cones have the same volume. Radii are in the ratio 4:5. What is the ratio of their heights? നമ്മൾ നേരത്തെ സ്ക്വയർ പിരമിഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് ഇവിടെ റേഡിയസ് ആണ്. അപ്പോൾ R1:R2 4:5 ആണ്. V1 ഈക്വൽ ടു V2 എന്നാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഹൈറ്റ് H1, രണ്ടാമത്തെ ഹൈറ്റ് H2 എന്ന് എടുക്കുക. അപ്പോൾ 1/3 പൈ R1 സ്ക്വയർ H1 ഈക്വൽ ടു 1/3 പൈ R2 സ്ക്വയർ H2 എന്ന് എഴുതാം. 1/3 പൈ R1 സ്ക്വയർ H1 ഈക്വൽ ടു 1/3 പൈ R2 സ്ക്വയർ H2. 1/3 പൈയും 1/3 പൈയും ക്യാൻസൽ ആവും. R1 സ്ക്വയർ H1 ഈക്വൽ ടു R2 സ്ക്വയർ H2 എന്ന് കിട്ടും. R1ന്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുക്കാം, 4 സ്ക്വയർ H1 ഈക്വൽ ടു R2ന്റെ സ്ഥാനത്ത് 5 കൊടുക്കാം, 5 സ്ക്വയർ H2. അപ്പോൾ 16 H1 ഈസ് ഈക്വൽ ടു 25 H2 എന്ന് വരും. അപ്പോൾ 16 H1 ഈക്വൽ ടു 25 H2 ആണെങ്കിൽ H1/H2 എന്ന് പറഞ്ഞാൽ 25/16 വരും. ഇവിടെ H1/H2 25/16. അപ്പോഴാണ് 16 H1 ഈക്വൽ ടു 25 H2 വരുള്ളൂ. അപ്പോൾ H1 ഈസ്റ്റ് H2 എന്ന് പറഞ്ഞാൽ 25:60 ആണ്. അതായത് ശരിക്കും ഈ റേഡിയസ് തമ്മിലുള്ള റേഷ്യോയുടെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ റിവേഴ്സ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് H1ഉം H2ഉം തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ H1:H2 ഈസ് ഈക്വൽ ടു 25:16. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 4 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.